നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ അന്വേഷണം കൂടുതൽ വീറോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം വിദേശത്തേക്ക് നിയമവിരുദ്ധമായി പണം കടത്തിയെന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് വീണയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഫെമ നിയമത്തിലെ ചട്ടങ്ങൾ ലംഘിച്ച് ഹവാല ചാനലുകൾ വഴി പണമിടപാട് നടത്തിയതിന്റെ നിർണായക തെളിവുകൾ ലഭിച്ചതായി ED ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയതോടുകൂടി കേസിന്റെ പുതിയ മാനം തന്നെ കൈവന്നിട്ടുണ്ട്. ഇത് നിലവിലെ അന്വേഷണത്തിന് അപ്പുറത്തേക്ക് അന്വേഷണം നീളാൻ വഴി ഒരുങ്ങുകയാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ ഫെമ നിയമലംഘനം വീണ നടത്തിയോ എന്ന് പരിശോധിക്കും. CMRL നിന്ന് ബാങ്ക് അക്കൗണ്ടുകൾ വഴി എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ചതായി പറയപ്പെടുന്ന 2.78 കോടി രൂപയേക്കാൾ വളരെ വലിയൊരു തുക വീണ കൈകാര്യം ചെയ്തതായാണ് EDയുടെ പ്രധാന കണ്ടെത്തൽ. അന്വേഷണത്തിനിടയിൽ 20 കോടി രൂപയിലധികം മൂല്യമുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കൈയെഴുത്ത് കണക്കുകൾ അടങ്ങിയ രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഇത് വീണയുടെ വെളിപ്പെടുത്താത്ത സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് വെളിച്ചം വീശുന്നതായാണ് അന്വേഷണ ഏജൻസി കരുതുന്നത്. കഴിഞ്ഞ മെയ് 27-ന് വീണയുടെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ഡയറിയിലെ ആദ്യ 9 പേജുകളാണ് കേസിൽ വഴിത്തിരിവായത്. ഈ ഡയറിയിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 85 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ ദിർഹമാക്കി മാറ്റി ദുബായിലേക്ക് കൈമാറിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അനധികൃത പണമിടപാട് ഹവാല ശൃംഖല വഴിയാണ് നടന്നതെന്ന ആ സംശയത്തിലാണ് ED എത്തി നിൽക്കുന്നത്. കേസിലെ തെളിവുകൾ നശിപ്പിക്കാനും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണം വെട്ടിക്കാനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതായും ED സംശയിക്കുന്നു. മറ്റൊരാളുടെ പേരിൽ വ്യാജമായി എടുത്ത സിം കാർഡ് വൈഫൈ റൂട്ടറിന്റെ ഘടിപ്പിച്ച് ഇന്റർനെറ്റ് കോളുകൾ നടത്തിയാണ് ആശയവിനിമയം നടത്തിയതെന്ന് ED ചൂണ്ടിക്കാണിക്കുന്നു. ഈ സിം കാർഡിന്റെ ഫോട്ടോയും മറ്റ് വിവരങ്ങളും ED ശേഖരിച്ചു കഴിഞ്ഞു. ഇത്തരമൊരു ഫൗൾ പ്ലേ നടന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ED നടത്തിയ മിന്നൽ റെയ്ഡിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ അടങ്ങിയ വാർത്താക്കുറിപ്പ് ED പുറത്തുവിട്ടത്. കേസുമായി ബന്ധപ്പെട്ട വീണയെ ഇതിനോടകം തന്നെ 2 തവണ ചോദ്യം ചെയ്തിരുന്നു. പുതിയ തെളിവുകളുടെയും ഹവാല ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് EDയുടെ നീക്കം. അതേസമയം ഹവാല ആരോപണങ്ങളുടെ നിഴലിലേക്ക് വീണ വിജയൻ വീണ്ടും മാറുമ്പോൾ CPM ഏതു രീതിയിലുള്ള രാഷ്ട്രീയ കവചമായിരിക്കും തീർക്കുക എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തിനെതിരെ വരുന്ന അന്വേഷണങ്ങളെ കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ പ്രതികാരമായി ചിത്രീകരിച്ച് പ്രതിരോധിക്കാനാണ് പാർട്ടി എന്നും ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ സാമ്പത്തിക തെളിവുകൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ പ്രതിരോധം എത്രത്തോളം ഫലപ്രദമാകുമെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ CPM മുൻപ് സ്വീകരിച്ച തീവ്ര നിലപാടുകളും അതിന്റെ പ്രത്യാഘാതങ്ങളും കേരള രാഷ്ട്രീയം കണ്ടതാണ്. മുൻപ് ED ഉദ്യോഗസ്ഥരെ തടയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികളായ CPM പ്രവർത്തകർക്കും പ്രാദേശിക നേതാക്കൾക്കും ജയിൽവാസം അനുവദിക്കേണ്ടി വന്നിരുന്നു. അന്വേഷണ ഏജൻസികളുടെ നിയമപരമായ പ്രവർത്തനങ്ങളെ കായികമായി നേരിടാൻ ശ്രമിച്ച സഖാക്കൾക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയും ഗുണപാഠവുമായിരുന്നു. അന്വേഷണം മുറുകുമ്പോൾ ഇത്തവണ രാഷ്ട്രീയമായോ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ നിയമ നടപടിയിലേക്ക് വഴിവെക്കുമെന്ന മുന്നറിയിപ്പും പാർട്ടിക്കുള്ളിലുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായ ജയിൽവാസവും നിയമപരമായ തിരിച്ചടികളും ഓർമ്മയിലുള്ളതിനാൽ ഇത്തവണ കരുതലോടുകൂടിയാകും കരുക്കൾ നീക്കുക. എങ്കിലും പൊതുജന മധ്യത്തിൽ വീണയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുക പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാകും. വിദേശത്തേക്ക് നിയമവിരുദ്ധമായി പണം കടത്തിയെന്ന കേസിൽ ഫെമ ചട്ടങ്ങൾ പ്രകാരം കടുത്ത നടപടികളിലേക്ക് ED കടന്നാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ വിവാദമായി മാറും. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നീങ്ങുക എന്നതും രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നും വ്യക്തമാക്കിയതോടുകൂടി ED അന്വേഷണം ശക്തമാവുകയാണ്. പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ഉന്നമിട്ടാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെന്ന ആരോപണം ശക്തമാണ്. എന്നാൽ ഈ വാദം ഉയർത്തിയത് MV ഗോവിന്ദൻ മാത്രമാണ്. മറ്റ് CPM നേതാക്കൾ മുഹമ്മദ് റിയാസിന് എതിരായ ED റെയ്ഡിൽ കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ലെന്നും ശ്രദ്ധേയമാണ്. CMRL എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുരുക്ക് മുറുക്കുന്നുണ്ട്. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചതിന്റെ വിവരങ്ങളും ഇതിന്റെ രേഖകളും വീണയുടെ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയത് ED വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വീണയുടെ ഡയറിയിൽ പരിശോധിച്ചതിൽ നിന്ന് 20 കോടി രൂപയുടെ ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. തനത് വരുമാനത്തെക്കാൾ ഉയർന്ന തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ വീണ മറ്റൊരാളുടെ പേരെടുത്ത് വ്യാജ സിം കാർഡ് ഉപയോഗിച്ചായിരുന്നു എന്ന് ED വ്യക്തമാക്കി. വൈഫൈ കണക്ഷൻ സുഗമമാക്കുന്ന ഇന്റർനെറ്റ് കോളുകൾ ചെയ്യുകയാണ് ഈ സിം ഉപയോഗിക്കാനായി കരുതിയിരുന്നത്. എന്തായാലും ഇത്തരം നീക്കങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ വൻ തുകയുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന EDയുടെ സംശയം ശരിവെക്കുകയാണ്.
കേസിൽ വൻതോതിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും ഇ ഡി അധികൃതർ അറിയിച്ചു. വ്യക്തമായ വരുമാന സ്രോതസ്സുകളില്ലാതെ കോടികളുടെ ഇടപാടുകളാണ് നടന്നതെന്നും വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകാരുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങൾ റെയ്ഡ് തുടർന്നതെന്നും ഇ ഡി കൂട്ടിച്ചേർത്തു. വീണ വിജയന്റെ ഡയറിയിൽ നിന്ന് ലഭിച്ച സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 18-നാണ് കോഴിക്കോട്ടെ 9 കേന്ദ്രങ്ങളിൽ ഇ ഡി വ്യാപക പരിശോധന നടത്തിയിരുന്നത്. വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടന്നത്. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പി നിഖിൽ, അതുപോലെ തന്നെ DTPC മുൻ ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദലാൽ, വാരിഷ് കളത്തിന്റെ ഉടമസ്ഥയിലുള്ള ക്യാപിറ്റൽ ദി മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, വീണയ്ക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ ഓഫീസുകൾ തുടങ്ങി ഇടങ്ങളിലാണ് പരിശോധനകൾ നടന്നത്.